പല നടന്മാരും സിനിമാ സെറ്റിൽ നിന്നും പിണങ്ങിപ്പോവാറുണ്ട്. ഇതെല്ലാം സംഘടനകൾക്ക് മുന്നിൽ വെച്ച് പ്രശ്നം പരിഹാരമുണ്ടാക്കുകയാണ് രീതി. എന്നാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നടനെ ഭീഷണിപ്പെടുത്തും വിധം ഏകപക്ഷീയമായി പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്തുകൊണ്ട് ഈ നിലപാട് തന്റെ സെറ്റിൽ നിന്നും കഞ്ചാവ് പിടിച്ചപ്പോൾ ലിസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും വാദമുയരുന്നുണ്ട്. ഇതിനിടെ റെഡിറ്റിൽ നിവിൻ പോളിയുടെ അടുത്ത വൃത്തങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞ് മെസ്സേജ് സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട്. നിവിൻ പോളിയുടെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് ഇതിൽ പറയുന്നത്. ബേബി ഗേൾ എന്ന മൂവിയുടെ തിരുവനന്തപുരത്തെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു. ഞങ്ങളില്ലാതെ അവർക്ക് കുറച്ച് ഷൂട്ട് തീർക്കാനുണ്ടായിരുന്നു. ബാലൻസ് ഷൂട്ട് കൊച്ചിയിൽ ഈ ആഴ്ചയായിരുന്നു. അതിനാൽ ഞങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3 ദിവസത്തേക്ക് അഖിൽ സത്യന്റെ പടത്തിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ബേബി ഗേൾ അല്ലാതെ നിവിൻ പോളിക്ക് വേറെ ഷൂട്ടിംഗ് ഇല്ല. അല്ലാതെ ഈ പറയുന്ന കഥകളൊക്കെ വെറുതെയാണ്. പ്രചരിക്കുന്ന മെസ്സേജുകൾ ഇങ്ങനെയായിരുന്നു. പക്ഷേ വിവാദത്തിലെ നായകൻ നിവിൻ പോളിയാണെന്ന വാദം ഉയർന്നിട്ടും ലിസ്റ്റിൻ സ്റ്റീഫൻ അന്ന് നിഷേധിച്ചു വന്നിട്ടില്ല. ഇതിനൊപ്പം സ്ക്രീൻഷോട്ട് വൈറലായതോടെ നിരവധി പേർ കമന്റുമായി രംഗത്ത് വരികയും ചെയ്തു. മലയാള സിനിമാ രംഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കും ഇതെന്നും അഭിപ്രായങ്ങളുണ്ട്. പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇത് സാധാരണ സംഭവമായിരിക്കുന്നു. വിൻസി ഷൈൻ പ്രശ്നത്തിൽ മാത്രമാണ് പേര് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ ആദ്യമായാണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങളെന്നും കമന്റുകൾ പറയുന്നുണ്ട്. ഒരുപാട് തവണ ഷൂട്ടിങ്ങുകൾ വൈകൽ, പ്രതിഫലം ലഭിക്കാതിരിക്കൽ, ബോക്സ് ഓഫീസ് പരാജയങ്ങൾ എന്നിവ മലയാള സിനിമാ രംഗത്തുണ്ടായിട്ടുണ്ട്. പ്രമോഷനുകളിൽ ചെറിയ പ്രസ്താവന നടത്താനുള്ള കോപ്പി പേസ്റ്റ് ടെംപ്ലേറ്റ് പോലെയായി കൂടുതൽ വിശദീകരിക്കാൻ താല്പര്യമില്ല. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന വാചകം മാറിയിരിക്കുന്നു. റെഡിറ്റിൽ വന്ന കമന്റിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: ലിസ്റ്റിൻ സ്റ്റീഫൻ വിഷയത്തിൽ ഇനി വ്യക്തത വരുത്താനിടയുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട്. നിവിൻ പോളിയെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതിലൂടെ എല്ലാ സംശയങ്ങളും ലിസ്റ്റിൻ നിവിൻ പോളിയിലേക്ക് തിരിച്ചുവിട്ടുവെന്നതാണ് യാഥാർത്ഥ്യം. കരിയറിൽ ശക്തമായ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് നിവിൻ പോളി. കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ അഭിനേതാക്കളുടെ അമിത പ്രതിഫലത്തിനെതിരെ ലിസ്റ്റിൻ സംസാരിച്ചിരുന്നു. ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം വെച്ച് നിർമ്മാതാക്കളെ താരങ്ങൾ മുതലെടുക്കുകയാണെന്നും പലരുടെയും ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നതല്ലെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നുണ്ട്. ചിത്രത്തിലെ ഫൈറ്റ് മാസ്റ്റർ മഹേശ്വരിൽ നിന്നും എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടിയിരുന്നു. കഞ്ചാവ് പിടികൂടിയ സെറ്റിൽ സഹകരിക്കാൻ തയ്യാറായില്ല. സെറ്റിൽ നിന്നും നടൻ ഇറങ്ങിപ്പോയത് ലിസ്റ്റിനെ ചൊടിപ്പിക്കുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന മറ്റു റിപ്പോർട്ടുകൾ. തന്റെ സിനിമയുടെ ക്രൂ അംഗത്തിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത വിഷയത്തിൽ ലിസ്റ്റിൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ലിസ്റ്റിനും ബേബി ഗേൾ സിനിമയുടെ സംവിധായകനായ അരുൺ വർമ്മയും ഇൻസ്റ്റഗ്രാമിൽ അടക്കം നിവിനെ അൺഫോളോ ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൽ ആദ്യം നായകനായി തീരുമാനിച്ചിരുന്നത് കുഞ്ചാക്കോ ബോബനെയായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അദ്ദേഹം പിന്മാറിയപ്പോഴാണ് നിവിൻ സിനിമയിലേക്ക് എത്തുന്നത്. ലിസ്റ്റിനും നിവിൻ പോളിയും ഒന്നിക്കുന്ന 4ാമത്തെ സിനിമയാണ് ബേബി ഗേൾ. തുറമുഖം, രാമചന്ദ്ര ബോസ് ആൻഡ് കോ, മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകൾ ഈ കോംബോയിൽ എത്തിയിട്ടുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട് തുറമുഖം സിനിമയുടെ റിലീസ് നീണ്ടപ്പോൾ ആ ചിത്രം ഏറ്റെടുത്ത് തിയേറ്ററുകളിൽ എത്തിച്ചത് ലിസ്റ്റിനാണ്. ലിസ്റ്റിൻ നിർമ്മിക്കുന്ന ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഔദ്യോഗിക ലോഞ്ചിനിടെയാണ് നിർമ്മാതാവ് വിവാദ പ്രസ്താവന നടത്തിയത്. എന്നാൽ ചിത്രത്തിന്റെ സംവിധായകൻ അരുൺ വർമ്മ പറയുന്നത് തന്റെ ചിത്രത്തിലെ നിവിന്റെ സീനുകൾ 3/4 ഭാഗവും തീർത്തു കഴിഞ്ഞെന്നും ബാക്കിയുള്ളതിന്റെ ഷൂട്ടിംഗ് ഉടൻ തന്നെ തുടങ്ങുമെന്നുമാണ്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് മുൻപ് സംവിധായകനോടോ നടനോടോ വിളിച്ചു ചോദിക്കാമായിരുന്നുവെന്നും അരുൺ വർമ്മ പറയുന്നുണ്ട്. കൂടാതെ നിവിൻ സീനിയറായ ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് എന്താണെന്ന് തനിക്കറിയില്ല എന്നും ലിസ്റ്റിൻ എന്താണ് പറഞ്ഞത് എന്നതിനെപ്പറ്റി അഭിപ്രായം പറയാൻ എനിക്ക് കഴിയില്ല എന്നുമായിരുന്നു. പക്ഷേ തൻ്റെ സിനിമയിൽ ഇപ്പോൾ പുറത്തു വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടില്ല എന്നുമാണ് പറഞ്ഞത്. എൻ്റെ സിനിമയുടെ സെറ്റിൽ നിന്നും നിവിൻ പോളി ഇറങ്ങിപ്പോയി എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഞങ്ങൾ അറിയാതെ വേറെ എവിടേക്കോ ഇറങ്ങിപ്പോയി എന്നതൊക്കെ പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്നും അരുൺ പറയുന്നുണ്ട്. ഞങ്ങളോട് പറഞ്ഞ ഡേറ്റിന് നിവിൻ വന്ന് അഭിനയിച്ചിരുന്നു. സിനിമയിൽ നിവിൻ അഭിനയിക്കാനുള്ള പ്രധാന ഭാഗങ്ങളെല്ലാം ഞങ്ങൾ തീർത്തു കഴിഞ്ഞു. ഇനി കുറച്ച് ബാലൻസ് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ളത് 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പുനരാരംഭിക്കാൻ ഇരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഫേക്ക് ന്യൂസ് ആണ്. എന്നോടോ സിനിമ പ്രൊഡ്യൂസറോടോ നിവിനോടോ ചോദിക്കാതെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളിൽ ഒരു വാസ്തവവുമില്ല എന്നും ഞങ്ങളുടെ പടത്തിൽ നിവിൻ ഉണ്ട് എന്നും തുടർന്നും ഉണ്ടാകുമെന്നുമാണ് അരുൺ പറയുന്നത്. പൊതുവേദിയിലെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരാമർശത്തെ തുടർന്നാണ് നിർമ്മാതാക്കൾക്കിടയിൽ ഇത്തരമൊരു ഭിന്നാഭിപ്രായം ശക്തമായത്. ചുരുക്കി പറഞ്ഞാൽ നടനെ പരസ്യമായി ഭീഷണിയുടെ സ്വരത്തിൽ താക്കീത് ചെയ്യുകയായിരുന്നു നിർമ്മാതാവ്. ഇത് വളരെ നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള
അഭിപ്രായം. വ്യക്തതയില്ലാതെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പരാമർശിക്കുന്നത് ശരിയല്ല എന്നുമാണ് പൊതുജനങ്ങളുടെയും സംഭാഷണം. കാരണം പൊതുസമൂഹങ്ങൾക്കിടയിലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയിരുന്നു. അതുകൊണ്ടുതന്നെ സംഘടനയിലൂടെ പ്രശ്നം പരിഹരിക്കാതെ ഒരു നടനെതിരെ പൊതുവേദിയിൽ പൊട്ടിത്തെറിച്ചതിനാണ് നിർമ്മാതാവ് ലിസ്റ്റൻ സ്റ്റീഫനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നടപടിയുണ്ടായിരിക്കുന്നത്.